ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് ഉദയൻ കിളിയന്നൂർ. പ്രധാന വാർത്തകൾ. പാർശ്വവൽക്കരിക്കപ്പെട്ട വിഭാഗങ്ങളുടെ ഉന്നമനത്തിന് കേന്ദ്ര സർക്കാർ പ്രതിജ്ഞാബദ്ധമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ബീഹാറിൽ 48,000 കോടി രൂപയുടെ വിവിധ വികസന പദ്ധതികൾക്ക് അദ്ദേഹം തുടക്കം കുറിച്ചു. ലോക്സഭാ തെരഞ്ഞെടുപ്പിനുള്ള ബിജെപി സ്ഥാനാർത്ഥി പട്ടിക പ്രഖ്യാപിച്ചു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി വാരാണസിയിൽ മത്സരിക്കും. കേരളത്തിലെ 12 ലോക്സഭാ സീറ്റുകളിൽ ബിജെപി സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു. കേന്ദ്ര സഹമന്ത്രിമാരായ രാജീവ് ചന്ദ്രശേഖർ തിരുവനന്തപുരത്തും വി മുരളീധരൻ ആറ്റിങ്ങലിലും ജനവിധി തേടും. കേരള വെറ്ററിനറി സർവകലാശാല വൈസ് ചാൻസലറെ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ സസ്പെൻഡ് ചെയ്തു. നടപടി പൂക്കോട് വെറ്ററിനറി കോളേജിലെ വിദ്യാർത്ഥിയായിരുന്ന സിദ്ധാർത്ഥന്റെ മരണത്തെ തുടർന്ന്. ISL ഫുട്ബോളിൽ പഞ്ചാബിനെതിരെ മുംബൈക്ക് ജയം. കേരള ബ്ലാസ്റ്റേഴ്സ് ബംഗളൂരു മത്സരം അല്പസമയത്തിനകം. വാർത്തകൾ വിശദമായി. പാർശ്വവൽക്കരിക്കപ്പെട്ട വിഭാഗങ്ങളുടെ ഉന്നമനത്തിന് കേന്ദ്ര സർക്കാർ പ്രതിജ്ഞാബദ്ധമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ബീഹാറിൽ 48,000 കോടി രൂപയുടെ വിവിധ വികസന പദ്ധതികൾക്ക് തുടക്കം കുറിക്കുകയായിരുന്നു അദ്ദേഹം. ബീഹാറിനെ പഴയ അവസ്ഥയിലേക്ക് തിരികെ പോകാൻ അനുവദിക്കില്ല. ഇതിനായി കഴിയുന്ന എല്ലാ പ്രവർത്തനങ്ങളും നടപ്പാക്കുമെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു. हमारी सरकार देश के हर गरीब, आदिवासी, दलित, वंचित का सामर्थ्य बढ़ाने में जुटी है. बिहार के लगभग 9 करोड़ लाभार्थियों को PM गरीब कल्याण योजना का लाभ मिल रहा है. बिहार में उज्ज्वला योजना के तहत लगभग 1 करोड़ से अधिक महिलाओं को मुफ्त गैस कनेक्शन दिया गया है. बिहार के करीब 90 लाख किसानों को PM किसान सम्मान निधि का लाभ मिल रहा है. इन किसानों के बैंक खातों में 22,000 करोड़ रुपए से अधिक ट्रांसफर किए गए हैं. രാജ്യത്തുടനീളമുള്ള 1.48 ലക്ഷം കോടി രൂപയുടെ വിവിധ എണ്ണവാതക മേഖലാ പദ്ധതികളുടെ ഉദ്ഘാടനവും സമർപ്പണവും തറക്കല്ലിടലും ബഹുസരായിൽ പ്രധാനമന്ത്രി നിർവഹിച്ചു. ബീഹാർ, ഹരിയാന, ആന്ധ്രാപ്രദേശ്, മഹാരാഷ്ട്ര, പഞ്ചാബ്, കർണാടക തുടങ്ങിയ വിവിധ സംസ്ഥാനങ്ങൾക്ക് ഈ പദ്ധതികൾ പ്രയോജനപ്പെടും. മഹാരാഷ്ട്രയിലെ ഔറംഗാബാദിൽ 21,000 കോടിയിലധികം രൂപയുടെ വിവിധ വികസന പദ്ധതികളുടെ ഉദ്ഘാടനവും സമർപ്പണവും പ്രധാനമന്ത്രി നിർവഹിച്ചു. 18,000 കോടിയിലധികം രൂപയുടെ ദേശീയപാത പദ്ധതികളുടെ പ്രവർത്തനോദ്ഘാടനവും അദ്ദേഹം നടത്തി. ദക്ഷിണ ഉത്തര ബീഹാറുകളെ ബന്ധിപ്പിക്കുന്ന ഗംഗാനദിക്ക് കുറുകെയുള്ള 6 വരി പാലത്തിന് പ്രധാനമന്ത്രി തറക്കല്ലിട്ടു. പാടലിപുത്ര പഹ്ലേജ പാത ഇരട്ടിപ്പിക്കലും 3 റെയിൽവേ പദ്ധതികളും പ്രധാനമന്ത്രി രാഷ്ട്രത്തിന് സമർപ്പിച്ചു. പറ്റ്ന, സോനേപൂർ, നൌഗാച്ചിയ, ചപ്ര എന്നിവിടങ്ങളിലെ മലിനജല ശുദ്ധീകരണ പ്ലാന്റുകൾ ഉൾപ്പെടുന്ന നമാമി ഗംഗയ്ക്ക് കീഴിൽ 2,190 കോടിയിലധികം വരുന്ന 12 പദ്ധതികളും പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്തു. ഒരു ജില്ല ഒരു ഉൽപ്പന്നം എന്ന പദ്ധതിയുടെ ഭാഗമായി പറ്റ്നയിൽ നിർമ്മിക്കുന്ന യൂണിറ്റി മാളിന്റെ തറക്കല്ലിടലും പ്രധാനമന്ത്രി നിർവഹിച്ചു. പശ്ചിമബംഗാളിൽ നിലനിൽക്കുന്ന വികസന വിടവ് നികത്താൻ കഴിഞ്ഞ 10 വർഷമായി കേന്ദ്രം കഠിന പരിശ്രമത്തിലാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഇന്ന് രാവിലെ നദിയ ജില്ലയിലെ കൃഷ്ണനഗറിൽ 15,000 കോടി രൂപയുടെ വിവിധ വികസന പദ്ധതികൾ അദ്ദേഹം രാജ്യത്തിന് സമർപ്പിച്ചു. പശ്ചിമബംഗാളിലെ സാമ്പത്തിക സ്ഥിതിയിൽ മാറ്റം വരുത്താനും തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കാനും കേന്ദ്രം ശ്രമിക്കുന്നുണ്ടെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു. കഴിഞ്ഞ ദിവസം റെയിൽവേ, തുറമുഖം, പെട്രോളിയം തുടങ്ങി വിവിധ മേഖലകളിലായി 7,000 കോടി രൂപയുടെ പദ്ധതികൾക്കാണ് പ്രധാനമന്ത്രി പശ്ചിമബംഗാളിൽ തുടക്കം കുറിച്ചത്. പശ്ചിമബംഗാൾ ഇന്ത്യയുടെ കിഴക്കൻ കവാടമായി നിലകൊള്ളുന്നുവെന്നും കിഴക്കൻ മേഖലയിലെ വികസന മുന്നേറ്റത്തിന് സംസ്ഥാനം വലിയ പങ്ക് വഹിക്കുന്നുണ്ടെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. മേഖലയിൽ റോഡ്, റെയിൽ, ജല, വ്യോമ ഗതാഗതം വിപുലീകരിക്കുന്നതിലൂടെ കണക്ടിവിറ്റി മെച്ചപ്പെടുത്താൻ സാധിക്കുമെന്ന് അദ്ദേഹം പറഞ്ഞു. പുരുളിയ ജില്ലയിലെ രഘുനാഥ്പൂർ താപോർജ്ജ നിലയത്തിന്റെ 2ാം ഘട്ടത്തിന് തറക്കല്ലിട്ട അദ്ദേഹം മെജിയ താപോർജ്ജ നിലയവുമായി ബന്ധപ്പെട്ട് 650 കോടി രൂപയുടെ പദ്ധതിയും ഉദ്ഘാടനം ചെയ്തു. ദേശീയപാതയിലെ ഫറാക്ക, റായ്ഗാഞ്ച് മേഖലയിൽ 1,986 കോടി രൂപയുടെ 100 കിലോമീറ്ററോളം വരുന്ന 4 വരി പാതയും 940 കോടിയിലധികം രൂപയുടെ 4 റെയിൽ പദ്ധതികളും ശ്രീ മോദി നാടിന് സമർപ്പിച്ചു. ന്യൂസ് ഡെസ്ക്, ആകാശവാണി. ലോക്സഭാ തെരഞ്ഞെടുപ്പിനുള്ള ബിജെപിയുടെ ആദ്യഘട്ട സ്ഥാനാർത്ഥി പട്ടിക പ്രഖ്യാപിച്ചു. 16 സംസ്ഥാനങ്ങളിലായി 195 സ്ഥാനാർത്ഥികളെയാണ് പ്രഖ്യാപിച്ചത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി വാരാണസിയിൽ മത്സരിക്കും. കേരളത്തിലെ 12 ലോക്സഭാ മണ്ഡലങ്ങളിലും സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു. കേന്ദ്ര സഹമന്ത്രിമാരായ രാജീവ് ചന്ദ്രശേഖർ തിരുവനന്തപുരത്തും വി മുരളീധരൻ ആറ്റിങ്ങലിലും മത്സരിക്കും. തൃശൂർ സുരേഷ് ഗോപി, പത്തനംതിട്ട അനിൽ ആന്റണി, കോഴിക്കോട് MT രമേശ്, ആലപ്പുഴ ശോഭാ സുരേന്ദ്രൻ,
കാസർഗോഡ് ML അശ്വനി, കണ്ണൂർ C രഘുനാഥ്, പാലക്കാട് C കൃഷ്ണകുമാർ, പൊന്നാനി നിവേദിത സുബ്രഹ്മണ്യൻ, വടകര പ്രഫുൽ കൃഷ്ണൻ, മലപ്പുറം ഡോക്ടർ അബ്ദുൽ സലാം എന്നിവരുടെ പേരുകളാണ് പ്രഖ്യാപിച്ചത്. കേന്ദ്രമന്ത്രിമാരായ അമിത്ഷാ ഗാന്ധിനഗറിലും, കിരൺ റിജിജു അരുണാചൽ വെസ്റ്റിലും, സർബാനന്ദ സോനോവാൾ ദിബ്രുഗറിലും മത്സരിക്കും. 28 വനിതാ സ്ഥാനാർത്ഥികൾ പട്ടികയിൽ ഇടം നേടി. ആദ്യ പട്ടികയിൽ തമിഴ്നാട് ഇല്ല. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. കേരള വെറ്ററിനറി സർവകലാശാല വൈസ് ചാൻസലർ ഡോക്ടർ MR ശശീന്ദ്രനാഥിനെ സസ്പെൻഡ് ചെയ്തതായി ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ. പൂക്കോട് വെറ്ററിനറി കോളേജിലെ സിദ്ധാർത്ഥിന്റെ മരണത്തിന്റെ പശ്ചാത്തലത്തിലാണ് നടപടി. സർവകലാശാല VCയുടെ ചുമതല ഡോക്ടർ PC ശശീന്ദ്രന് കൈമാറി. അതേസമയം സിദ്ധാർത്ഥന്റെ മരണത്തിൽ പ്രധാന പ്രതികളെല്ലാം പിടിയിലായി. ഇന്നുച്ചയോടെ 14 പ്രതികൾ പിടിയിലായിരുന്നു. സിദ്ധാർത്ഥൻ മരണപ്പെട്ട് 13ാം ദിവസമാണ് കുറ്റവാളികളെല്ലാം അറസ്റ്റിലാവുന്നത്. ബംഗളൂരുവിലെ രാമേശ്വരം കഫേയിൽ നടന്ന സ്ഫോടനത്തിൽ പരിക്കേറ്റവരെ മുഖ്യമന്ത്രി സിദ്ധരാമയ്യ ആശുപത്രിയിൽ സന്ദർശിച്ചു. സ്ഫോടനം നടന്ന സ്ഥലം സന്ദർശിച്ച ശേഷമാണ് മുഖ്യമന്ത്രി ആശുപത്രിയിലെത്തിയത്. സ്ഫോടനത്തിന് IED ഉപയോഗിച്ചിരുന്നതായി നേരത്തെ മുഖ്യമന്ത്രി സിദ്ധരാമയ്യ സ്ഥിരീകരിച്ചിരുന്നു. ഉച്ചയ്ക്ക് 1 മണിയോടെ റെസ്റ്റോറന്റിന്റെ ക്യാഷ് കൌണ്ടറിലെത്തിയ ആളിന്റെ കയ്യിലിരുന്ന ബാഗ് പൊട്ടിത്തെറിച്ചാണ് 9 പേർക്ക് പരിക്കേറ്റതെന്ന് മൈസൂരുവിൽ മാധ്യമപ്രവർത്തകരെ അഭിസംബോധന ചെയ്യവേ അദ്ദേഹം പറഞ്ഞു. അതേസമയം സംഭവം അന്വേഷിക്കുന്നതിനായി 8 അന്വേഷണ സംഘങ്ങളെ നിയോഗിച്ചിട്ടുണ്ടെന്ന് ഉപമുഖ്യമന്ത്രി DK ശിവകുമാർ അറിയിച്ചു. ന്യൂഡൽഹിയിൽ ഇന്ന് ചേർന്ന യോഗത്തിൽ കേന്ദ്ര സർക്കാരും ത്രിപുര സംസ്ഥാന സർക്കാരും തിപ്രമോദ പാർട്ടിയും ത്രികക്ഷി കരാറിൽ ഒപ്പുവച്ചു. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ, ത്രിപുര മുഖ്യമന്ത്രി മണിക് സാഹ, തിപ്രമോദ മേധാവി പ്രദ്യോത് ദബർമ തുടങ്ങിയവർ യോഗത്തിൽ പങ്കെടുത്തു. ത്രിപുരയ്ക്ക് ഇന്ന് ചരിത്ര ദിനമാണെന്ന് ശ്രീ ഷാ പറഞ്ഞു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ കലാപരഹിതവും അക്രമരഹിതവും തർക്കരഹിതവുമായ വടക്കുകിഴക്കൻ സംസ്ഥാനമെന്ന കാഴ്ചപ്പാട് സാക്ഷാത്കരിക്കാൻ നിരവധി ശ്രമങ്ങൾ നടത്തിയിട്ടുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. 2024 പൊതുതെരഞ്ഞെടുപ്പിനുള്ള പ്രചാരണത്തിൽ രാഷ്ട്രീയ പാർട്ടികൾ മാന്യമായും ധാർമ്മിക ബോധത്തോടെയും പ്രവർത്തിക്കണമെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നിർദ്ദേശം. തെരഞ്ഞെടുപ്പ് പ്രചരണ വേളയിൽ മാതൃകാ പെരുമാറ്റച്ചട്ടം പ്രത്യക്ഷമോ പരോക്ഷമോ ആയി ലംഘിക്കുന്നതിനെതിരെ കർശന നടപടിയെടുക്കുമെന്ന് കമ്മീഷൻ വ്യക്തമാക്കി. ISL ഫുട്ബോളിൽ ഇന്ന് നടന്ന ആദ്യ മത്സരത്തിൽ പഞ്ചാബ് FCയെ 2-നെതിരെ 3 ഗോളുകൾക്ക് മുംബൈ സിറ്റി പരാജയപ്പെടുത്തി. ബംഗളൂരുവിൽ നടക്കുന്ന 2ാം മത്സരത്തിൽ ബംഗളൂരു FC കേരള ബ്ലാസ്റ്റേഴ്സിനെ നേരിടുന്നു. പോയിന്റ് പട്ടികയിൽ 5ാം സ്ഥാനത്തുള്ള ബ്ലാസ്റ്റേഴ്സിന് അടുത്ത റൌണ്ട് പ്രതീക്ഷ ഉറപ്പാക്കാൻ ഈ മത്സരഫലം നിർണായകമാണ്. വനിതാ പ്രീമിയർ ലീഗ് ക്രിക്കറ്റിൽ റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരു മുംബൈ ഇന്ത്യൻസിനെ നേരിടും. ബംഗളൂരു ചിന്നസ്വാമി സ്റ്റേഡിയത്തിൽ രാത്രി 7:30 മത്സരം. ഇന്ത്യ വിരുദ്ധ ഗൂഢാലോചനയിൽ ഉൾപ്പെട്ട നിസാമാബാദ് PFI കേസിൽ ഒളിവിലായിരുന്ന പ്രതിയെ NIA അറസ്റ്റ് ചെയ്തു. കേസിലെ 15ാം പ്രതി പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ തെലങ്കാന നോർത്ത് സംസ്ഥാന സെക്രട്ടറി അബ്ദുൽ സലീമാണ് അറസ്റ്റിലായത്. ആന്ധ്രാപ്രദേശിലെ കടപ്പ ജില്ലയിലെ മൈഡുക്കൂരിൽ നിന്നാണ് ഇയാളെ പിടികൂടിയത്. മുസ്ലിം യുവാക്കളെ PFIയിലേക്ക് റിക്രൂട്ട് ചെയ്യുന്നതിലും ഇയാൾക്ക് പങ്കുള്ളതായി അന്വേഷണത്തിൽ വ്യക്തമായിട്ടുണ്ട്. കേരളത്തിൽ പൾസ് പോളിയോ തുള്ളിമരുന്ന് വിതരണം നാളെ. 5 വയസ്സിന് താഴെയുള്ള 23 ലക്ഷത്തിലധികം കുഞ്ഞുങ്ങൾക്ക് പ്രത്യേകം സജ്ജീകരിച്ച ബൂത്തുകൾ വഴി പൾസ് പോളിയോ തുള്ളിമരുന്ന് നൽകും. രാവിലെ 8 മണി മുതൽ വൈകിട്ട് 5 മണി വരെയാണ് പോളിയോ ബൂത്തുകൾ പ്രവർത്തിക്കുന്നത്. നവകേരള സദസ്സിന്റെ തുടർച്ചയായി സംസ്ഥാനത്ത് നടന്നുവരുന്ന മുഖാമുഖം പരിപാടിയുടെ സമാപന സംവാദം നാളെ എറണാകുളം കടവന്തറ രാജീവ് ഗാന്ധി ഇൻഡോർ സ്റ്റേഡിയത്തിൽ നടക്കും. 2000-ഓളം റെസിഡൻസ് അസോസിയേഷൻ പ്രതിനിധികളുമായി മുഖ്യമന്ത്രി പിണറായി വിജയൻ സംവദിക്കും. തൊഴിൽ മേഖലയിലെ നൈപുണ്യ വിടവ് പരിഹരിക്കപ്പെടുമെന്ന് കേന്ദ്ര സഹമന്ത്രി V മുരളീധരൻ. വനിതകൾക്കായുള്ള ദേശീയ നൈപുണ്യ പരിശീലന ഇൻസ്റ്റിറ്റ്യൂട്ട് നെഹ്റു യുവ കേന്ദ്രയുമായി ചേർന്ന് കഴക്കൂട്ടത്ത് സംഘടിപ്പിച്ച തൊഴിൽ മേള ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. പ്രധാന വാർത്തകൾ വീണ്ടും. പാർശ്വവൽക്കരിക്കപ്പെട്ട വിഭാഗങ്ങളുടെ ഉന്നമനത്തിന് കേന്ദ്ര സർക്കാർ പ്രതിജ്ഞാബദ്ധമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ബീഹാറിൽ 48,000 കോടി രൂപയുടെ വിവിധ വികസന പദ്ധതികൾക്ക് അദ്ദേഹം തുടക്കം കുറിച്ചു. ലോക്സഭാ തെരഞ്ഞെടുപ്പിനുള്ള BJP സ്ഥാനാർത്ഥി പട്ടിക പ്രഖ്യാപിച്ചു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി വാരാണസിയിൽ മത്സരിക്കും. കേരളത്തിലെ 12 ലോക്സഭാ സീറ്റുകളിൽ BJP സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു. കേന്ദ്ര സഹമന്ത്രിമാരായ രാജീവ് ചന്ദ്രശേഖർ തിരുവനന്തപുരത്തും V മുരളീധരൻ ആറ്റിങ്ങലിലും ജനവിധി തേടും. കേരള വെറ്ററിനറി സർവകലാശാല വൈസ് ചാൻസലറെ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ സസ്പെൻഡ് ചെയ്തു. നടപടി പൂക്കോട് വെറ്ററിനറി കോളേജിലെ വിദ്യാർത്ഥിയായിരുന്ന സിദ്ധാർത്ഥന്റെ മരണത്തെ തുടർന്ന്. ISL ഫുട്ബോളിൽ പഞ്ചാബിനെതിരെ മുംബൈക്ക് ജയം. കേരള ബ്ലാസ്റ്റേഴ്സ് ബംഗളൂരു മത്സരം അല്പസമയത്തിനകം. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 8:35.